ചേട്ടാ, മലബാറിൽ തന്നെ കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വടകര, കുറ്റ്യാടി, കൊയിലാണ്ടി ഈ 3 മണ്ഡലങ്ങളിലെ സാധ്യതകളാണ് നമുക്കിപ്പോൾ അളക്കേണ്ടത്. അതിൽ വടകരയിലെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് കെ രമയാണ് UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് MK ഭാസ്കരനാണ്. RJD ലേബലിലാണ് MK ഭാസ്കരൻ മത്സരിക്കുന്നത്. ഇനി മൂന്നാമത്തെ മുന്നണി NDA മുന്നണിയിൽ നിന്നും അഡ്വക്കേറ്റ് K ദിലീപാണ് മത്സരിക്കുന്നത്. പിന്നീട് കുറ്റ്യാടി എടുക്കുകയാണെങ്കിൽ പറക്കൽ അബ്ദുള്ള അബ്ദുള്ളയാണ് മത്സരിക്കുന്നത്. IUML ആണ്, IUML പ്രതിനിധിയാണ്. KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്ററാണ് LDF പ്രതിനിധിയായി, CPM-ന്റെ പ്രതിനിധിയായി മത്സരിക്കുന്നത്. രാംദാസ് മണലേരിയാണ് NDA മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കൊയിലാണ്ടിയിൽ അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറും LDF സ്ഥാനാർത്ഥിയായി CPM-ന്റെ പ്രതിനിധി K ദാസൻ മത്സരിക്കുമ്പോൾ CR പ്രഭുൽ കൃഷ്ണയാണ് NDA മുന്നണിയിൽ നിന്നും സ്ഥാനാർത്ഥിയാവുന്നത്. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിലെ ആ ഒരു രീതി, ട്രെൻഡ് അനുസരിച്ച് എങ്ങനെയാണ് ആ ഒരു ഭൂരിപക്ഷം പോവുക? ഇതിനകത്ത് നമ്മൾ പറയേണ്ടത് ഈ കെ രമയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലുടനീളമുള്ള മറ്റു മണ്ഡലങ്ങളിൽ ചില പ്രധാനപ്പെട്ട സ്റ്റാർ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ വടകരയുടെ ശ്രദ്ധ അതിൽ വരുന്നുണ്ട്. RMB എന്ന് പറയുന്ന പാർട്ടി, അവരുടെ ഭർത്താവ് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന രക്തസാക്ഷി CPM-നൊപ്പം സഞ്ചരിക്കുകയും CPM-ന്റെ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് CPM കുലംകുത്തി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേരളം ഇന്നുവരെ കാണാത്തൊരു വലിയ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഇരയായ TP ചന്ദ്രശേഖരന്റെ വിധവ, അവരുടെ ഭർത്താവിന്റെ പാർട്ടിയാണ് RMB എന്ന് പറയുന്നത്. അതിൽ കെ രമ കഴിഞ്ഞ വർഷം അവരുടെ അസോസിയേറ്റ് ആയിരുന്നു, UDF-ലെ മുന്നണിയിലെ അസോസിയേറ്റ് ആയിരുന്നു. ഇപ്പൊ അവര് UDF മുന്നണിയിലെ ഭാഗമാണ്. രമ എന്ന് പറയുമ്പോൾ രമ സഭയിലുള്ളപ്പോൾ രമയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തലകുനിഞ്ഞിരിക്കേണ്ട അവസ്ഥയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പാർട്ടിക്കാർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ രമയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ വടകരയിൽ കഴിഞ്ഞ തവണ രമയ്ക്ക് 2021 കിട്ടിയ ശതമാനം 47.63%. രമയ്ക്ക് കിട്ടിയ വോട്ട് 65,093 വോട്ടുകളാണ് കെ രമയ്ക്ക് 2021 വടകര മണ്ഡലത്തിൽ നിന്നും നേടാൻ സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് അന്ന് അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി ആയിരുന്നത് മനയത്ത് ചന്ദ്രനാണ്. മനയത്ത് ചന്ദ്രന് കിട്ടിയത്, അദ്ദേഹത്തിന്റെ ശതമാനം എന്ന് പറയുന്നത് 42.15%. 57,602 അദ്ദേഹത്തിന് കിട്ടിയ വോട്ട്. 57,000-ഓളം വോട്ടുകൾ അവിടെ സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെ. അപ്പോ ഇത്തവണ അവിടുത്തെ ഇപ്പൊ LDF-നാണെങ്കിൽ അവരുടെ RJD-യിലെ ഒരാളല്ലേ മത്സരിക്കുന്നത്. അതെ, RJD-യിൽ നിന്ന് MK ഭാസ്കരനാണ് വടകരയിലെ സ്ഥാനാർത്ഥിയാവുന്നത്. അതെ, വടകരയില് അവർക്ക് CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താനില്ല. അവർ മനഃപൂർവ്വം അവിടെ ഒരു മറ്റൊരു അവരുടെ ഘടകകക്ഷിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു തീപാറുന്ന മത്സരമാണെന്ന് വെച്ചാൽ രമയ്ക്ക് തന്നെയായിരിക്കും ജയസാധ്യത. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വോട്ട് ചെയ്യുന്നത് രമയ്ക്ക്. അവിടെ രമയ്ക്കാണോ വിജയ സാധ്യത, അല്ലെങ്കിൽ ആ ഒരു പേടി കൊണ്ടാണോ എന്നറിയില്ല. കെ രമയുടെ പോസ്റ്ററുകൾക്കൊക്കെ കരിയോയിൽ ഒഴിക്കുന്ന രീതി നമ്മൾ കണ്ടിരുന്നു. ചുവരെഴുത്തുകൾ ഇതിന് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വന്ന വാർത്തയായിരുന്നു. കെ രമയുടെ പോസ്റ്ററിന് നേരെ വ്യാപകമായി കരിയോയിൽ ഒഴിക്കുന്ന ഒരു രീതി വരുന്നു. ഇതൊക്കെ ആ ഒരു ജയത്തിന്റെ മുന്നോടിയായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഭയം തോന്നുമ്പോഴാണല്ലോ ഈ പോസ്റ്റർ വലിച്ചീറി കളയുന്നതും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ ഫ്ലെക്സുകൾ നാശം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഇത്തരം പ്രവൃത്തികളൊക്കെ എങ്ങനെയാണോ. തോൽപ്പിക്കാനാവില്ല, ചിലപ്പോൾ അവർക്ക് കൊല്ലാൻ കഴിയും, പക്ഷെ തോൽപ്പിക്കാൻ കഴിയില്ല. അതാണല്ലോ അവരുടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് ശരിക്കും വടകരയിലെ ട്രെൻഡ്. കൊല്ലാൻ സാധിക്കും, പക്ഷെ തോൽപ്പിക്കാനാവില്ല. അപ്പൊ അവിടുത്തെ ഒരു പൊതുവെ ഒരു ട്രെൻഡ് അനുസരിച്ച് കെ രമയ്ക്കാണ് ഭൂരിപക്ഷം കൂടുതൽ. അവിടുത്തെ ഒരു ഓളം ട്രെൻഡ് അങ്ങനെയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇപ്പൊ രമ ഈ അടുത്തിടയ്ക്ക് ഒരു സംഭാഷണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സഖാവ് കുഞ്ഞികൃഷ്ണൻ, അവരുടെ പയ്യന്നൂരത്തെ സഖാവ്, പിന്നീട് നമ്മുടെ G സുധാകരൻ, ഇങ്ങനെ ആരൊക്കെ റിബലുകളായിട്ട് വന്നിട്ട് TK ഗോവിന്ദൻ, ഇവരൊക്കെ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ TP പറഞ്ഞതുപോലെ പാർട്ടിയെ തിരുത്താനായി ഇറങ്ങിയിട്ടുണ്ട്. TPയുടെ സ്വരമാണ് അവരിലൂടെ കേൾക്കുന്നത് എന്ന് രമ പറഞ്ഞിട്ടുണ്ട്. TP എങ്ങനെയായിരുന്നു പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ചത് അതുപോലെയാണ് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു TP അല്ല, നിരവധി TPമാർ ഈ പാർട്ടിയിൽ ഇനിയുമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ വടകര അങ്ങനെയാണ്. വടകരയിൽ രമ ജയിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അവിടെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ LDF-ന് 48 സീറ്റിൽ 28 സീറ്റ് കിട്ടി. UDF-ന് 48-ൽ 12 സീറ്റ് കിട്ടി. NDA-ക്ക് 3 സീറ്റ് വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വടകരയിലെ അവസ്ഥ. അപ്പോൾ ഇത്തവണ നല്ല മത്സരമുണ്ട്. കെ രമയും MK ഭാസ്കരനും അഡ്വക്കേറ്റ് K ദിലീപുമാണ്. ഇനി നമ്മൾ പോകുന്നത് കൊയിലാണ്ടിയിലേക്കാണ്. കൊയിലാണ്ടിയിൽ 2026 ഇപ്പോ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് K ദാസൻ, LDF-ന്റെ
UDFന്റെ കെ പ്രവീൺ കുമാർ, BJP CR പ്രഫുൽ കൃഷ്ണൻ. ഈ പ്രവീൺ കുമാർ എന്ന് പറയുന്ന വ്യക്തി അറിയാവില്ല, അവിടുത്തെ DCC പ്രസിഡന്റ് ആണ് ഈ കൊയിലാണ്ടിയിലെ. അഡ്വക്കേറ്റ് കെ പ്രവീൺ അതെ, അദ്ദേഹം വളരെ വൈബ്രന്റ് ആയ, നമ്മുടെ ഷാഫിക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട, ഷാഫിക്കൊപ്പം തന്നെ അവിടെ പേരാമ്പ്രയിലേക്ക് ഈ അടുത്തിടയ്ക്ക് സമരമൊക്കെ നടന്നപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനൊപ്പം നിന്ന് പ്രവീൺ കുമാർ ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ്. പ്രവീൺ കുമാർ MLA ആകേണ്ടതാണ്. നല്ല വൈബ്രന്റ് ആയ ഒരു കോൺഗ്രസ് നേതാവാണ്. അവിടെ നമ്മൾ ഒരുപാട് സമരമുഖങ്ങൾ കണ്ടിട്ടുള്ളതാണ് പ്രവീൺ കുമാർ. പ്രവീൺ കുമാർ ജയിക്കണം എന്ന് തന്നെയാണ് കോഴിക്കോടുകാർ, പ്രത്യേകിച്ച് കൊയിലാണ്ടിയിലെ കോൺഗ്രസ്സുകാരെന്നല്ല പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധി വരുന്ന സമയത്തും അവസാനമായിട്ട് ആ റൂട്ട് മാപ്പ് എടുത്ത് നോക്കുമ്പോൾ കൊയിലാണ്ടിയിലാണ് ആ ഒരു ജനസാഗരം അവസാനിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ ഒരു അവിടുന്ന് വരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാറിന് അത്യാവശ്യം ഒരു ജനസമ്മതനായ ഒരു നേതാവാണ്. പ്രവീൺ കുമാർ ജയിക്കണം. പ്രവീൺ കുമാർ പൊതുസമ്മതനായ നേതാവാണ്. അവിടുത്തെ ഒരു വൈബ്രന്റ് ആയ കോൺഗ്രസ്സുകാരനാണ്. DCC പ്രസിഡന്റ് ആണ്. ഇനി നമ്മൾ 2021 കാനത്തിൽ ജമീല, അത് അവര് മരിച്ചുപോയി, മരണപ്പെട്ടുപോയി. കാനത്തിൽ ജമീല 75,628 വോട്ട് LDF സ്ഥാനാർത്ഥിയായിട്ട് അവർ ജയിച്ചതാണ്. അവർക്ക് കിട്ടിയ വോട്ട് 75,000 ആയിരുന്നു. അവിടെ ഒരു സുബ്രഹ്മണ്യൻ 67,156 വോട്ടായിരുന്നു. അതെ, N സുബ്രഹ്മണ്യൻ UDFന്റെ ആയിരുന്നു. അപ്പൊ ഇത്തവണ ദാസൻ കെ പ്രവീൺ കുമാർ, BJPക്ക് പ്രഫുൽ കൃഷ്ണൻ. അതെ, പ്രഫുൽ കൃഷ്ണൻ എന്ന് പറഞ്ഞ് 3 പേരാണ്. അവിടെ നമുക്ക് പറയാനുള്ളത് പ്രവീൺ കുമാറിന് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. പ്രവീൺ കുമാർ ജയിക്കട്ടെ. പ്രവീൺ കുമാറിന് ജയിക്കാനുള്ള സർവ്വ യോഗ്യതയുമുണ്ട്. അടുത്തതായി കുറ്റ്യാടിയാണ് പറയുന്നത്. ഒന്നുകൂടെ ഉണ്ട് ഇതിൽ. നമുക്ക് ഈ കൊയിലാണ്ടിയിൽ ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ 46 സീറ്റിൽ LDFന് 22 സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 46 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 22 അതെ. അത്യാവശ്യം ഈ കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുന്നത് CPMന്റെ ഒരു കോട്ടയാണ്. കാരണം അതിന്റെ ഇപ്പോ പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത്തവണ വന്നപ്പോ കോഴിക്കോട് ഇടിച്ചിടിച്ചാ നിന്നത്. അല്ല, അങ്ങനെ മൊത്തത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അത്ര ഈസി ആയിരുന്നില്ല. ഒരു ത്രികോണ പോരാട്ടം തന്നെ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. പലയിടങ്ങളിലും സീറ്റുകൾ നഷ്ടം വിട്ടു. അപ്പൊ അത്തരത്തിൽ കോട്ടകളിലും സീറ്റുകളുടെ വിള്ളലുകൾ വീണു, സീറ്റുകൾ പോയത് അങ്ങനെയാണ്. പക്ഷേ ഈ കോഴിക്കോട് നോക്കുന്ന സമയത്ത് കോഴിക്കോടിന്റെ ജോഗ്രഫി അനുസരിച്ച് ഈ വടക്കും തെക്കും അത്യാവശ്യം വ്യത്യാസമുണ്ട്. കാരണം കോഴിക്കോടിന്റെ വടക്ക് ബേപ്പൂരൊക്കെ വരുമ്പോഴാണ്, ആ ഒരു സൈഡാണ് കോഴിക്കോട് ഈ സൗത്ത് നോർത്ത്. അവിടുന്ന് ഈ നോർത്ത് വരുമ്പോഴാണ് ഈ നല്ല രീതിയിൽ ഈ കോട്ടകൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അത്രയധികം ആ ഒരു ജനങ്ങൾ CPMലേക്ക് വരുന്നത് അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കൊയിലാണ്ടി ഈ നമ്മുടെ ബോർഡറിലേക്കൊക്കെ പോകുന്ന സമയത്ത് CPMന് അത്രയങ്ങ് ഒരു ജനങ്ങളുടെ പിന്തുണ കുറവാണ്. ഭൂരിപക്ഷം കിട്ടും, പക്ഷെ ആ ഒരു വലിയ ഭൂരിപക്ഷം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നേരിയ ഭൂരിപക്ഷം തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കുറ്റ്യാടിയും കൊയിലാണ്ടിയും ഒക്കെ എന്ന് പറയുന്നത് ഒരു സാധ്യതകളാണ്. വടകര, കോഴിക്കോട് ഏകദേശം 2-3 മണിക്കൂറൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. കുറ്റ്യാടി എന്ന് പറഞ്ഞാൽ വയനാട് ബോർഡറാണ് അല്ലെ? കുറ്റ്യാടിയൊക്കെ വയനാട് ബോർഡറാണ്. അപ്പൊ LDF 2026 നിർത്തുന്ന സ്ഥാനാർത്ഥി കുഞ്ഞഹമ്മദ് കുട്ടി. അതെ, കുഞ്ഞഹമ്മദ് കുട്ടിയും പാറക്കൽ അബ്ദുള്ളയും രാംദാസ് മലേരിയും. ഇതിൽ പാറക്കൽ അബ്ദുള്ളക്കല്ലേ ചാൻസ് കൂടുതൽ? അതെ, IUML ഈ 2 പേരെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പൊ പാറക്കൽ അബ്ദുള്ള ആണെങ്കിലും KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ ആണെങ്കിലും ഈ 2 പേർക്കും കുറ്റ്യാടി സ്ഥലത്തൊക്കെ അത്യാവശ്യം ഇൻഫ്ലുവൻസ്. കഴിഞ്ഞ തവണ ജയിച്ചത് കുഞ്ഞഹമ്മദ് കുട്ടി. കാരണം അദ്ദേഹത്തിന് അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമാണ്. കാരണം ഈ കുറ്റ്യാടി ഇപ്പൊ ഈ നമ്മൾ ഈ പറയുന്ന രീതിയിൽ വയനാട് ബോർഡർ ആണെങ്കിലും കുറ്റ്യാടിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം സഖാക്കളുള്ള മണ്ണാണ്. ഒരു CPMന് അനുഭാവമുള്ള ഒരു സ്ഥലമാണ് കുറ്റ്യാടി എന്ന് പറയുന്നത്. നമുക്ക് ഈ ചുരമൊക്കെ കയറാതെ ഈസി ആയിട്ട് ഒരു പോവാൻ പറ്റുന്ന നമുക്ക് വയനാട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് കുറ്റ്യാടി വഴി പോകുന്ന സമയത്താണ്. അപ്പൊ അത്തരത്തിൽ കുറ്റ്യാടിയില് നമുക്കൊരു 50-50 ചാൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ കുറ്റ്യാടിയെ സംബന്ധിച്ച്. പാറക്കൽ അബ്ദുള്ളയ്ക്കും KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർക്കും. അതെ, പാറക്കൽ അബ്ദുള്ളയ്ക്ക് 79,810 വോട്ടാണ്. ഇതില് അഹമ്മദ് കുട്ടിക്ക് 80,110. വളരെ നാരോ മാർജിൻ. അതാ ഞാൻ ഒരു വമ്പൻ ഭൂരിപക്ഷം ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 50-50 ചാൻസ്. നേരത്തെ ഇദ്ദേഹത്തിന് നമ്മൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പാണെങ്കിൽ ഇവര് ഒരു 80% ഒക്കെ പറഞ്ഞേനെ. പക്ഷെ തദ്ദേശ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ശതമാനം വന്നിരിക്കുന്നത് LDFന് 33% ഉള്ളൂ. അതാ ആ ഒരു ട്രെൻഡ് ഇപ്പോഴത്തെ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു 50 ചാൻസ് മാത്രമേ CPM അവിടെ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും നമ്മള് ഈ 3 മണ്ഡലങ്ങളും പറയുമ്പോൾ വടകര,
കൊയിലാണ്ടി, കുറ്റ്യാടി. വടകരയും കൊയിലാണ്ടിയും ഭൂരിപക്ഷം ഇപ്പൊ ട്രെൻഡ് അനുസരിച്ച് കാണാൻ പറ്റുന്നത് UDF തന്നെയാണ് ആ ഒരു കാറ്റ് വീശുന്നത്. കെ രമയ്ക്കും അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാറിനും അവിടെ സാധ്യതകൾ. പക്ഷെ കുറ്റ്യാടി എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സാധ്യതകൾ ഏറെ എന്ന് പറയാൻ പറ്റില്ല. ഒരു 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. പാറയ്ക്കൽ അബ്ദുള്ളയും IUML പ്രതിനിധിയും KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർക്കും ഒരു 50-50 ചാൻസ് ആണ്. രാംദാസ് മണലേരിക്ക് അത്രയും അങ്ങ് ഭൂരിപക്ഷം പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ വാട്ട്ഷെയർ കൂട്ടുന്ന രീതിയിലേക്ക് അല്പം കൂടെ കൂട്ടാൻ പറ്റുമായിരിക്കും. പക്ഷെ അധികം നമുക്ക് ഇവർക്ക് ജയസാധ്യതയ്ക്ക് അങ്ങനെ ഒതുങ്ങുന്ന രീതിയിലൊന്നും വോട്ടുകളൊന്നും പിടിക്കാൻ പറ്റില്ല. ഏതായാലും നമുക്ക് ഈ പറയുന്ന 3 മണ്ഡലങ്ങൾക്ക് ശേഷം അടുത്ത 3 മണ്ഡലങ്ങളുമായി അടുത്തൊരു സംസാരത്തിൽ നമുക്കിരിക്കാം.